പറ്റിപ്പോയ തെറ്റ് തിരുത്താൻ പൂർവികമായി കൊടുത്തുപോരുന്ന ശിക്ഷയായിരുന്നു അന്ന് വിധിച്ച വിലക്ക്. അത് തെറ്റിച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്ത് ആ വിധിയിൽ ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു. പ്രകൃതിയുടെ ഇടപെടലാവാം ഇവിടെ തെറ്റിച്ചു. പക്ഷേ പൂർവികമായ നിയമങ്ങൾ തെറ്റിക്കാൻ ഒരു പ്രകൃതി ശക്തിയും എനിക്ക് കൂട്ടുനിൽക്കുന്നില്ല. കൊണ്ടുപോക്കോളൂ. എല്ലാ കുറ്റങ്ങളുടെ ഭാരവും ചുമന്നുകൊണ്ട് ഞങ്ങളുടെ ദേവയാന യാത്രയാവുകയാണ്. അവൾ ആ ശിരസിൽ വെച്ച് ചുമക്കാൻ കൊതിച്ചത് മറ്റൊരു ഭാരമായിരുന്നു. സ്വപ്നഭൂമിയുടെ സ്വന്തം മണ്ണിൽ പറക്കുന്ന ഒരു കുടം വെള്ളം. അത് കൊടുത്തിരുന്നുവെങ്കിൽ സ്വപ്നഭൂമിക്കാർ സ്വയം മറന്നുപോയനെ. ഒത്തിരി മാറ്റങ്ങളുമായി ഇനി ആ ഉറവ പൊട്ടി ഒഴുകുമെന്ന് യാതൊരു പ്രതീക്ഷയും എനിക്കില്ല. എനിക്കൊരു കുടം വെള്ളം വേണം വാസുണ്ണ. ഉടനെ എന്റെ ദേവേനെ അവരോട് നാട്ടിറക്കുമ്പോ എനിക്കൊരു കുടം വെള്ളം വേണം. തരികയാണെങ്കിൽ ഇപ്പൊ തരണം, ഇനി സമയമില്ല. എവിടെ എന്റെ ദേവിക്ക് കൊടുക്കാനുള്ള വെള്ളം? ഇന്നലെ എന്റെ കാതുകളിൽ കള്ളം പറയായിരുന്നു അല്ലേ? വെള്ളം എവിടെ? ആർക്കാ തെറ്റിയത്? പാതാളത്തിലെ 12 കോടി ഉറവുകളുടെ കണക്ക് പറഞ്ഞ ഗുരുക്കന്മാരെ പറ, ആർക്കാ തെറ്റിയത്? ഭൂമി പൂജ ചെയ്ത് വേദം പറഞ്ഞെടുത്ത് വെട്ടിയ എനിക്ക് വെള്ളം തരാത്ത പാതാള ദേവതമാരെ മൂട് മൂട്, ഈ മണ്ണിനകത്തിട്ട് എന്നെ മൂട്. 5 ഭൂതങ്ങൾക്കും പുലയോതി, 5 ഭൂതങ്ങൾക്കും പുലയോതി. എന്റെ ദേവി പിഴച്ചവളല്ല, ഞാൻ പിഴച്ചവളല്ല. 28 ദിക്കിനും പുലയോതി, 28 ദിക്കിനും പുലയോതി. വെറും ചതി ചെയ്ത് ബ്രട്ടുകൊണ്ട പെണ്ണൊരുത്തി, ചതി ചെയ്ത് ബ്രട്ടുകൊണ്ട പെണ്ണൊരുത്തി. ഒരു കുടം വെള്ളത്തിന് നേടിയ വേദപുരത്ത് അവസാനത്തെ കില്ലാടിയുടെ കൈ നിങ്ങള് തട്ടിമാറ്റിക്കളഞ്ഞല്ലോ, തട്ടിമാറ്റിക്കളഞ്ഞല്ലോ, തട്ടിമാറ്റിക്കളഞ്ഞല്ലോ. പഞ്ചഭൂതങ്ങൾ സാക്ഷി നിൽക്കെ സ്വപ്നഭൂമിയിലെ കീഴ്നടപ്പിൻ മുറയ്ക്ക് വിലക്ക് തെറ്റിച്ച് ഗണത്തിനാകെ പെരിഞ്ചേതം വരുത്തിയ പെൺജാതി ഇവളെ
ഗണത്തിന് നാഥൻ ഇനി ചൊല്ലും 3 പൃഷ്ഠ തകച്ച് കേൾക്കെ ഇതിനാൽ പുറത്തു തള്ളിപ്പോകാം. നിർത്താൻ നിർത്താനാ പറഞ്ഞത്. മാറിക്കണങ്ങട്. സ്വപ്നഭൂമിയില് ഞാൻ കുഴിച്ച കിണറില് പുതുവെള്ളം തൊടിച്ചു തുള്ളി 10 പെരുകണു. ചെന്ന് നോക്ക്. ഞാനിവിടെ കുത്തിയ കിണറ്റിൽ ആദ്യത്തെ കുടം വെള്ളം ആരൊക്കെ എതിർത്താലും ഈ നാടിന്റെ മഹാദേവിക്കുള്ളതാ. അത് കഴിഞ്ഞ് വേറെ ആരോ അതിൽ തൊടൂ. സ്വന്തം ജലം കൊണ്ട് സ്വപ്നഭൂമി നനയുമ്പോ നികൃഷ്ടമായ ആചാരങ്ങളും രീതികളും ഒക്കെ അതിലൊലിച്ചു പോകുന്ന ഒളിഞ്ഞും പൊതിഞ്ഞും എന്നോട് പറഞ്ഞിട്ടില്ലേ? അത് സത്യമാണെങ്കിൽ ഈ ദേവി കരിയാത്ത മലയിലേക്ക് പോകില്ല, എന്റെ കൂടെ വേദവൃത്തിക്ക് വരും. വാ. വാസുണ്ണ, ഞങ്ങൾ വേഗം നിറക്ക. ആരെങ്കിലും ചെല്ലാൻ സഹായിക്കാം. മാറ്റങ്ങളുടെ ഈ പുണ്യവാഹിനിയെ ഈ മണ്ണിലെത്തിച്ചത് വേദപുരത്തു നിന്നെത്തിയ ഈ ദേവകുമാരനാണ്. ഈ ദേവന്റെ പ്രാണനാണിവൾ, ദേവയാനി. പുണ്യജലത്തിന്റെ പൂർണ്ണകുംഭം ശിരസിലേറ്റിയ ഇവൾ ഇനി പ്രശ്നയല്ല. മരുത്താളന്റെ പെണ്ണാദ്യമായി മറുനാട്ടിലെ പുരുഷന്റെ കൈപിടിക്കട്ടെ. ഈ പുണ്യകർമ്മം നടത്തിക്കൊടുക്കാൻ ഹൃദയപൂർവ്വം മുന്നോട്ട് വരുന്ന ആരുണ്ട് ഇവിടെ? ഞാനുണ്ട്.